നിങ്ങളൊരു NRI ആണോ? ഇന്ത്യയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണോ? അത് NRO അക്കൗണ്ട് ആണോ, NRI അക്കൗണ്ട് ആണോ, അതോ FCNR അക്കൗണ്ട് ആണോ? തെറ്റായ അക്കൗണ്ട് തിരഞ്ഞെടുക്കുന്നത് പിന്നീട് മണി ട്രാൻസ്ഫറിലും ടാക്സിലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം തന്നെ NRI എന്നത് ആരാണ്? NRI നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് വെച്ചാൽ വിദേശത്ത് ജോലി ചെയ്യുകയോ താമസിക്കുകയോ ബിസിനസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് NRI എന്ന് വിളിക്കുന്നത്. നേരത്തെ NRE അക്കൗണ്ട്, NRO അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്താണ് NRE അക്കൗണ്ട്? NRE നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. എന്തിനാ? വിദേശത്ത് സമ്പാദിച്ച സാലറി അല്ലെങ്കിൽ ഇൻകം അത് ഇന്ത്യയിലേക്ക് അയക്കാൻ. പണം ഇന്ത്യൻ രൂപയായിട്ടാണ് സൂക്ഷിക്കുക. ഈ അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ സാധാരണയായിട്ട് NRI സ്റ്റാറ്റസ് ഉള്ള സമയത്ത് ടാക്സ് ഫ്രീ ആണ്. RBI FEMA നിയമങ്ങൾ പ്രകാരം ആവശ്യമെങ്കിൽ ഈ ഫണ്ട് വിദേശത്തേക്ക് തിരിച്ചയക്കാനും ഈസി ആയിട്ട് പറ്റും. വിദേശത്ത് ജോലി ചെയ്യുന്ന മിക്ക NRIകൾക്കും ഏറ്റവും അനുയോജ്യമായ അക്കൗണ്ടാണ് ഈ NRE അക്കൗണ്ട്. അപ്പോൾ NRO അക്കൗണ്ട് എന്താണ്? NRO നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്. ഇന്ത്യയിൽ ലഭിക്കുന്ന റെന്റ്, പെൻഷൻ, ഡിവിഡന്റ്, മറ്റ് ഇന്ത്യൻ ഇൻകങ്ങള് ഇതൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് സാധാരണയായി ഇന്ത്യയിലെ ടാക്സബിൾ ആണ്. NRIs ഉപയോഗിക്കുന്ന അടുത്ത അക്കൗണ്ടാണ് FCNR അക്കൗണ്ട്. FCNR ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട്. ഇത് സേവിങ്സ് അക്കൗണ്ട് അല്ല, ഫോറിൻ കറൻസി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഡോളർ, പൗണ്ട്, യൂറോ പോലുള്ള കറൻസികളിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതിലൂടെ കറൻസി കൺവേർഷൻ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അറ്റ് ലാസ്റ്റ് ഏതാണ് NRIക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ അക്കൗണ്ട്? വിദേശ കറൻസി ഇന്ത്യയിലേക്ക് അയക്കാൻ NRE, ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം റിസീവ് ചെയ്യാനായിട്ട് NRO, ഫോറിൻ കറൻസിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് FCNR. പല NRIകൾക്കും NRE, NRO അങ്ങനെ രണ്ട് അക്കൗണ്ടുകളും ഉണ്ടാവുന്നത് സാധാരണയാണ്. അപ്പൊ NRIസിന് ആവശ്യമായ 3 ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ വ്യത്യാസങ്ങളും മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.